നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലേ? ACP ചന്ദ്രബോസ് സാറ് ആ ഹോസ്പിറ്റലുകാരുടെ പക്ഷത്തിൽ നിന്ന് സംസാരിക്കുന്നത്. പണവും പ്രതാവും തന്റെ ഉള്ള സത്യാമ്മ ഈ വീട്ടിലേക്ക് ഒരു സഹായം ചോദിച്ചു വരുമെന്ന്. അപ്പോ അത് അവരുടെ വിധി. ആ വിധിയിലേക്ക് എത്തിച്ച ദൈവം അപ്പൊ വലിയവൻ തന്നെയാ സാറേ. എന്ത് പറയണോന്ന് പറയൂ ശാരദാമ്മേ. ഒരു 5 മിനിറ്റ് ഈ മൂക്കിന്റെ 2 സുഷിരവും നടഞ്ഞാൽ ഏത് 6 അടി പൊക്കമുള്ളവനും ആയുസറ്റും. എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന ശുദ്ധവായു ശ്വസിക്കാൻ ഒരു ഭാഗ്യം വേണം സാറേ. ചായ. അത് ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ കിട്ടൂ. കുടുംബശ്രീയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ശാന്തേ? നന്നായിട്ട് പോകുന്നു. വൈകിട്ടത്തേക്ക് കുറച്ച് ഓർഡർ ഉണ്ട്. അത് ഞാനും കൂടി വന്നിട്ട് നോക്കാം. ഇവരൊക്കെ ശാരദാമ്മയ്ക്ക് ഇപ്പൊ വലിയ സഹായമാണല്ലേ? അതെ, ഞങ്ങൾ ആരും ഇല്ലെങ്കിലും ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കും. ഇങ്ങനെയുള്ള ആളുകളെ കിട്ടാൻ ഇന്ന് വളരെ പ്രയാസമാണ്. പിന്നെ സത്യാമ്മയുടെ ഇപ്പോഴത്തെ ഈ വരവിന്റെ ഉദ്ദേശം വല്ല ചതിയും കൊണ്ടാണോ? അല്ല, അകന്നിരിക്കുന്നവർ പെട്ടെന്ന് അടുപ്പം കാണിക്കുമ്പോ സൂക്ഷിക്കണോന്നാ പറയാറ്. ഒരു ചതിയില്ല സാറേ. വിഷ്ണുമോനെ രക്ഷിക്കാൻ വേണ്ടി ശാലിനിയെ കാണാനാ അവര് വന്നത്. സത്യാമ്മ പറഞ്ഞിട്ട് കേൾക്കാത്തടത്ത് ശാലിനിയെ കൊണ്ട് പറയിപ്പിക്കാൻ. ജാമ്യാപേക്ഷയിൽ വിഷ്ണു ഒപ്പിടുന്നില്ലാന്ന്. ഇതിൽ നിന്ന് കുറുപ്പ് സാറിനൊരു കാര്യം മനസ്സിലായോ? അമ്മ പറയുന്നത് അക്ഷരം പ്രതി കേട്ടോണ്ടിരുന്ന മകൻ ഇപ്പൊ അമ്മ പറയുന്നത് അനുസരിക്കാതെ ആയിരിക്കുന്നു. ശാലിനി പറഞ്ഞ വിഷ്ണു കേൾക്കൂന്നൊരു തോന്നല് സത്യാമ്മയ്ക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ കുറുപ്പ് സാറേ. വിഷ്ണുവിൽ ഉണ്ടായിരുന്ന സത്യഭാമയുടെ പിടി അയഞ്ഞു. അതിപ്പോ ശാലിനിയിൽ മാത്രമാണെന്ന് അവര് മനസ്സിലാക്കിയിരിക്കുന്നു. അതെന്തുകൊണ്ടും നല്ലൊരു സൂചനയാ. ഈശ്വരൻ അങ്ങനെ എന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ പൂർണ്ണമായിട്ട് അവരെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അവരുടെ കണ്ണിലെ തിളക്കം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. മുഖരാശി പ്രകാരം അവരൊരു അന്തർമുഖിയാ. ചില സമയം അവർ ദ്വന്ദ്മുഖിയാവും. ഒരു മുഖം കരളലയിപ്പിക്കുന്ന സങ്കടഭാവമാണെങ്കിൽ മറ്റൊന്ന് കരള് പറിച്ചെടുക്കുന്ന സംഹാര രുദ്രയുടേതാണ്. അത് എപ്പോഴും പുറത്തെടുക്കില്ല. പുറത്തെടുക്കുന്ന സമയത്ത് മുന്നിൽ നിൽക്കുന്നവരെ ഭസ്മമാക്കാനും അവർ മടിക്കില്ല. ശാലിനി കഷ്ടപ്പെട്ട് പഠിച്ച IAS നേടിയോളാ. പഠിക്കാനുള്ള മികവ് കണ്ട് പ്രോത്സാഹിപ്പിക്കാനേ ഒരു മാഷെന്ന നിലയ്ക്ക് എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. പഠിച്ചത് മുഴുവൻ അവൾ അവളുടെ കഴിവ് ഉപയോഗിച്ചാ. പഠിച്ചതിനും ജോലി വാങ്ങിച്ചതിനും എതിരായിരുന്നല്ലോ ഈ സത്യഭാമ. ഇപ്പൊ ആ ജോലി കൊണ്ട് ആവശ്യം വന്നതും അവർക്ക് തന്നെ. ഈശ്വരന്റെ ഓരോ ലീലാവിലാസങ്ങളെ. പിന്നെ കൊലക്കുറ്റോ സഹായിക്കാൻ ഇറങ്ങുമ്പോ ഒന്ന് സൂക്ഷിക്കണോന്ന് ശാലിനിയോട് പ്രത്യേകം പറയണം. സഹായികൾ കൂട്ടുപ്രതികളാവുന്ന കാലമാണേ. ഞാനിനി ഇരിക്കുന്നില്ല ശാരദാമ്മേ. ആ കൃഷി ഓഫീസറെ ഒന്ന് കാണണം. വിഷ്ണുമോൻ അത് ചെയ്യില്ലെന്ന് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നത് ശാലിനിക്ക് തന്നെയാ. അറിയേണ്ടതും അവൻ തന്നെയാ. അവൻ നിരപരാധിയാണെങ്കിൽ എന്റെ മോള് അവനെ രക്ഷിച്ചിരിക്കും കുറുപ്പ് സാറേ. താലിയുടെ മഹത്വത്തെക്കുറിച്ച് അവളെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു. വെയില് മൂക്കുന്നതിന് മുമ്പ് അങ്ങനെ തട്ടെ. ശരി.
കാണാൻ വന്നിരിക്കുന്നു മാഡം. ആരാണെന്ന് ചോദിച്ചില്ലേ? മാഡത്തെ നേരിൽ കാണണമെന്നും എന്തൊക്കെയോ പറയണമെന്നൊക്കെയാ പറയുന്നേ. മേയറുമായിട്ടുള്ള മീറ്റിംഗ് എപ്പോഴാന്നാ പറഞ്ഞു? അതിന് ഇനി 1 hour കൂടി ഉണ്ട് മാഡം. ശരി, വരാൻ പറ. ആ ഓക്കെ മാഡം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ചെയ്യാനുള്ള ജോലി എന്താണെന്ന് കളക്ടർ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ മിസ്റ്റർ നന്ദകുമാർ? വരൂ. അപേക്ഷ ലഭിച്ച് 30 ദിവസത്തിനകം അപേക്ഷകന് വ്യക്തമായ വിവരം നൽകണം മിസ്റ്റർ നന്ദകുമാർ. ഇനി അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വഴി ഏറ്റെടുത്ത അപേക്ഷയാണെങ്കിൽ ഒരു 5 ദിവസത്തെ ഇളവ് കൂടി കിട്ടും. അതായത് 35 ദിവസത്തിനുള്ളിൽ വ്യക്തമായും മറുപടി അപേക്ഷകന് കിട്ടിയിരിക്കണം. എന്നാ അതല്ലല്ലോ ഇവിടെ വേണ്ടത്. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അത് 48 മണിക്കൂറിനുള്ളിൽ നൽകിയിരിക്കണം. ഇതൊന്നും അറിയാതെ ആ കസേരയിൽ തന്നെ ഇരിക്കാനാണ് താങ്കളുടെ തീരുമാനമെങ്കിൽ, നിയമം അനുശാസിക്കുന്ന വിധം ഇൻഫർമേഷൻ നൽകുന്നില്ല എങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ ശിക്ഷണ നടപടികൾ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ആലോചിച്ചിട്ട് ഉചിതമായ ഒരു മറുപടി ആ അപേക്ഷകന് നൽകണം. ഇത് കളക്ടറുടെ ഓർഡറാണ്, ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ. നിങ്ങൾക്കെന്താ പറയാനുള്ളത്? എന്റെ പേര് ദാമോദരൻ എന്നാണ്. ഞാനൊരു കൂലിപ്പണിക്കാരനാ. അന്നന്ന് കിട്ടുന്നത് കൊണ്ട് കഴിയുന്നതാണെങ്കിലും എന്റെ മോളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലാക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ വിധി എനിക്ക് എന്റെ മോളെ തന്നില്ല. അവളെ ഒരു ദിവസം കാണാതായി. അവളുടേതെന്ന് തോന്നിക്കുന്ന ഒരു ശരീരം റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടി. എനിക്ക് സംശയമുണ്ട് മരിച്ചത് എന്റെ മോള് തന്നെയാണോ എന്ന്. പക്ഷേ ഇപ്പൊ ഹോസ്പിറ്റലുകാര് ആ ശരീരം ഒന്ന് കാണിക്കാൻ പോലും സമ്മതിക്കത്തില്ല സാറേ. പല ആളുകളെ കൊണ്ട് ഞാൻ പറയിച്ചു നോക്കി. പക്ഷേ അതെന്റെ മോളാണോ എന്ന് എന്നെ നോക്കാൻ പോലും സമ്മതിക്കുന്നില്ല സാറേ. എന്റെ മോള് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിയണം സാറേ. നിങ്ങള് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലേ? സർ, ACP ചന്ദ്രബോസ് സാറ് ആ ഹോസ്പിറ്റലുകാരുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.